ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു സ്റ്റൈലിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായ നമ്മളെ ചിക്കൻ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ എങ്ങനെയാണ് ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ചട്നിയും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് തന്നെയാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഒരിത്തിരി ലെങ്തിയും ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വലിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ വലിയ പീസാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്കൊരു മന്തി മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി നമുക്കതിൻ്റെ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചിക്കൻ ഇവിടേക്ക് ഒന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പം ഞാനത് ഒന്ന് ചൂടാക്കി എടുക്കണം മസാലകൾ. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം, നമ്മളെ ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, നല്ല ജീരകം, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ബേ ലീഫ്, പിന്നെ ഒരു ചെറിയ പീസ് ജാതിക്ക, ചെറിയ പീസ് കേട്ടോ. പിന്നെ ഒരു 5 ഏലക്കായ, പിന്നെ ഒരു 8 ഗ്രാമ്പൂ, 2 പീസ് പട്ട. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാലകളൊക്കെ ഇവിടെ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചൂടായാൽ മതി. ഒരുപാടങ്ങ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ തന്നെ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട്, അപ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂടിലിരുന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടായിക്കോളും. ഈ മസാലക്കൂട്ട് ഒന്ന് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഞാനപ്പോൾ മസാലയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഇങ്ങനെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അതിന് ശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ പാപ്പരിക്ക പൗഡർ. ഇത് പാപ്പരിക്ക പൗഡറാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചതച്ചെടുത്തതും, അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതും ചതച്ചെടുത്തത് കേട്ടോ. ഇത് രണ്ടും 1/2 ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 2 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അതായത് ഒരു പാക്കറ്റിൻ്റെ അകത്ത് 2 ക്യൂബ് ഉണ്ടാവും കേട്ടോ. അത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തത് ചേർക്കാനുള്ളത് എണ്ണയാണ്. ഒന്നുമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തൊട്ട് 3/4, ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ആ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം 1 അവർ ഇങ്ങനെ മാറ്റി വയ്ക്കുക. അതിൽ കൂടുതൽ സമയം വെക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ ഒരു 1 അവറാണ് വെക്കുന്നത്. അതിന് ശേഷം നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 1 അവർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് വേവിക്കാൻ വെക്കുകയാണ് അടുപ്പിൽ. നമ്മളെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് ഇതിൽ നിന്ന് മാറ്റുകയാണ്.
ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത എണ്ണയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ എണ്ണയിൽ നിന്ന് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതിലേക്ക് ഈ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്. ഈ ക്യാപ്സിക്കം ഇടുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നാൽ മതി. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. നമ്മളെ സവോളയും ക്യാപ്സിക്കം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് കേട്ടോ, 4 ഏലക്കായ, 4 ഗ്രാമ്പു അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം മുഴുവനോടെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡ്രൈ ലെമൺ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് 3 കപ്പ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ ഇപ്പം ഞാനിത് വെള്ളം ഊറ്റിയെടുത്തതാണ്. നിങ്ങൾക്ക് സെല്ല റൈസ് കിട്ടുകയാണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ. സെല്ല റൈസ് ആണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം കുതിർക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റേ കുതിർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ദേവായയുടെ റൈസാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. സെല്ല റൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അരിയൊന്ന് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ്സാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. സെയിം ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്ക്. അതായത് ഇപ്പോൾ 3 ഗ്ലാസ് ഞാൻ എടുത്തപ്പോൾ 4.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 4.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കൻ സ്റ്റോക്കുള്ള എണ്ണയിലേക്കായിരുന്നു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ അത് കുറച്ചിട്ടിട്ടും വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂടി വെക്കട്ടെ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പം നമുക്കിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ ഞാൻ പച്ചമുളക് അതിൽ വെന്ത് കിട്ടും. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതങ്ങനെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ആ ചിക്കൻ ഒന്നും കൂടി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, മന്തി മസാല, അതിൽ നിന്ന് 1 ടീസ്പൂൺ, കുറച്ച് മതി കേട്ടോ, 1 ടീസ്പൂൺ മന്തി മസാല എടുക്കുക. അത് കഴിഞ്ഞ് ഇതിപ്പം ഞാനൊരു ഇത്തിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജെൽ കളറാണ് കേട്ടോ. നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യില്ലേ, അതാണ് ഉപയോഗിക്കുന്നത്. ഇത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കളർ ചേർക്കുന്നത് കൊണ്ട് ഫുഡിൻ്റെ അങ്ങനെ ടേസ്റ്റിന് വ്യത്യാസങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ മാറ്റി വെച്ച ചിക്കൻ ഇതൊന്ന് അത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് എന്നിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് 1.5 സ്പൂൺ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, പെട്ടെന്ന് തന്നെ. നമുക്കപ്പോൾ നമ്മളെ റൈസ് എന്തായി നോക്കാം. റൈസെല്ലാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. റൈസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഒന്നും നമുക്ക് മിക്സ് ചെയ്യാം. ഈ പച്ചമുളക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് നല്ല റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കറക്റ്റ് വെവായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ റൈസിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
അതിന് ശേഷം നമുക്കിതിൻ്റെ നടുക്കിലേക്ക് ഒരു 2 ചാർക്കോളിൻ്റെ കത്തിച്ചത്, ഇത് കണലാക്കിയിട്ടുള്ളതാണ് കേട്ടോ, അത് വെച്ച് കൊടുക്കാം. ഇപ്പം ഇതില്ലെങ്കിൽ ചിരട്ട ഇങ്ങനെ കത്തിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരല്പം ആ മന്തി മസാലേൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് വയ്ക്കാം. അപ്പം ഞാനിവിടുത്തെ ഈ ഹോള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോയിൽ വെച്ചിട്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ കുറച്ച് സമയം. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ അപ്പോൾ നമ്മുടെ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഇനി ഒരു ചെറിയൊരു ചട്നിയും കൂടി ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ മന്തിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ചട്നി സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 2 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു സവോളയുടെ പകുതിയും വെച്ചിട്ടുണ്ട്. ഈ സവോള ഇടുന്നത് ഓപ്ഷണലാണ് കേട്ടോ, അത് ഇടുന്നത് നിർബന്ധമില്ല. എനിക്ക് അത് ഇടുന്നത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ കുറച്ച് മല്ലിയില. ഇതെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ചോപ്പറിലെല്ലാം ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് പൾസ് മോഡിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കട്ടെ. ഇതാ ഞാനപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ചോപ്പറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനെല്ലാം ആ ചോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ മിക്സിയിലാണ് ഇടുന്നതെങ്കിൽ അതൊന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇതാ അപ്പോൾ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു സ്ട്രക്ചർ മതി എന്നുണ്ടെങ്കിൽ ചോപ്പറിൽ ഇടുന്നതായിരിക്കും നല്ലത്. അതെല്ലാം മിക്സിയിൽ അടിച്ച് കുറച്ചും കൂടി ഒരു ചട്നി പരുവത്തിൽ പേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാനിതുപോലെയാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റട്ടെ. ഇതാ അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ഈ ചട്നി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണിത് സെർവ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ നമ്മളെ ചിക്കൻ മന്തി ഈ പാത്രത്തിലേക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.